എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ്, ഒന്നൊന്നര റിയാക്ഷൻ ആയിരിക്കും കേട്ടോ. എങ്ങോട്ടത് പോകാന്നുള്ളത് ഒരു പിടുത്തമല്ല. കാരണം അങ്ങനെയാണ് ഇന്നലെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം. തീർച്ചയായിട്ടും. എന്തായാലും ടർബോ സിനിമ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇങ്ങനെയുള്ള സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരാണ്. ഒരു കമൻ്റ് ഉണ്ടായിരുന്നേ, അതായത് ക്രെഡിബിലിറ്റി മാറ്റർ എന്ന് പറഞ്ഞിട്ട്, മഞ്ഞുമൽ ബോയ്സ് ഇഷ്ടപ്പെടാതെ ഇതിഷ്ടപ്പെട്ട നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, ക്രെഡിബിലിറ്റി മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ജയിലർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഞങ്ങൾ ആഘോഷിച്ചതാണ്, ഞങ്ങളെ തൊണ്ട കീറി സൗണ്ട് പോയതാണ്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. അതിൽ ലോജിക്കല്ലായ്മ ഉണ്ടായിരുന്നു, ക്ലീഷേ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ അങ്ങനെയുള്ള സിനിമ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണാറുള്ളത്. അത് നമ്മൾ ഏത് സിനിമയിലും ഓരോ ജോണർ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പം ആക്ഷൻ സിനിമകൾ വരുന്നതിനകത്ത് എല്ലാത്തിന്റെയും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും സ്റ്റോറി. അപ്പൊ അതിനകത്ത് നമ്മൾ അതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാ? അതെ. അപ്പോൾ പിന്നെ അതിനുശേഷം ജയിലറിന് ശേഷം ഞങ്ങൾ ലിസ്റ്റിലിട്ട് കൊടുത്ത പേരാണ് ലിയോ. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആവേശം. തീർച്ചയായിട്ടും. ലോജിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഓരോരുത്തർ. ആവേശ സിനിമ കണ്ടിട്ട് ആവേശത്തിൽ എന്ത് ലോജിക്കാണുള്ളത്? കോളേജ് കയറി പിള്ളേരെ തല്ലുന്നതോ? വിവരം അത്രേ ഉള്ളൂ. അല്ല, സിമ്പിൾ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? പിന്നെ മാത്രമല്ല, രാത്രിയിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് നൈറ്റ് പാർട്ടി നടത്തുന്നതാണോ? അതൊക്കെ വിവരം അറിയും. അതൊക്കെ അറിഞ്ഞാൽ പൊക്കിയെടുത്തുകൊണ്ടുപോകും. പിന്നല്ലാണ്ട്. അപ്പം അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്ന തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്ത സിനിമകളാണ്. അതുപോലെ തന്നെ തിയേറ്ററിൽ നിന്ന് ഫുൾ ആ ഒരു മൂഡിലിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ടർബോ. പിന്നെ അതായത് ഇങ്ങനെയുള്ള സിനിമകൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് മേക്കിംഗ് കൊണ്ട് വളരെ താഴെ പോയ സിനിമകളാണ്. അതെ. ഇത് നല്ല മേക്കിംഗ് ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, PK ട്രോൾസിന്റെ. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും വൻ പോസിറ്റീവ് അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തമിഴ് സിനിമയൊക്കെ പോലുള്ള ഒരു ഐറ്റം ആണ് അല്ലേ? അതെ, നമുക്ക് അപൂർവമായി അങ്ങനെ സിനിമകളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും. ഇത് ശരിക്കും ഒരു തമിഴ് സിനിമയായിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അല്ലേ? സത്യമായിട്ടും. അത് വേറൊരു നടനെ വെച്ചിട്ട് വരികയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. മാത്രമല്ല, ശരി, തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴാണ് വിമർശിക്കേണ്ടത്. കാരണം തുടർച്ചയായിട്ട് അതുപോലെ തന്നെ വരുന്നു. മലയാള സിനിമയിൽ ഇങ്ങനത്തെ അപൂർവമായിട്ടാണ് വരുന്നത്, വല്ലപ്പോഴും. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഇത് ഇല്ലാത്തതാണല്ലോ, നമ്മൾ ഇങ്ങനത്തേക്കൊന്നും വേണമല്ലോ എന്നും പ്രകൃതിയും ലോജിക്കൊക്കെ നോക്കി നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ളതും വേണമല്ലോ എന്ന് മനസ്സിൽ കണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും. ഒരു സംശയ കാര്യത്തില്ല. ഓവറായിട്ട് ഒന്നും ചിന്തിക്കാതെ സിനിമയ്ക്ക് അങ്ങോട്ട് പോവുക, തിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി പോരുക, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും PK ട്രോൾസിൻ്റെ വീഡിയോ. എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരിയും ഒരുമിച്ച കൊട്ടണേ. ആരാണ് ആദ്യം പ്രയത്നം കണ്ടത്? കണ്ടു, പക്ഷെ ഞാനൊന്നും പറയട്ടെ സാർ. മോളെ என்னங்க அவர் என்ன தளபதியில இருக்கிற மாதிரி அப்படியே இருக்காரு. நான் எங்க அப்படியே இருக்கீங்க அவர்கிட்ட? தரமா இருக்கு, குதிரை காஸ்டி உட்காந்து தரமா பார்த்துட்டு போகலாம். நல்லா என்கேஜிங்காகவே இருந்தது. எடிட்டிங்ல இருந்து கேமரா ஒர்க்ஸ் எல்லாமே கொஞ்சம் நல்லா பண்ணியிருக்காங்க. வாய்ப்பே இல்லை ப்ரோ. நான் பிரைஸ்ல இருக்கிற மாதிரி சுற்றி சுற்றி அடிக்கிறாரு. சூப்பரா இருக்கு. பிளாக் பஸ்டர் தான் ഉറപ്പായിട്ടും ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. ഇപ്പൊ എന്നെ തട്ടാൻ തട്ടിയോ? അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? ടർബോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടർബോ എഞ്ചിൻ ഘടിപ്പിച്ച പോലത്തെ ഒരാൾ, എക്സ്ട്രാ പവറുള്ള ഒരാൾ എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ ആ പേര്. രോമാഞ്ചിഫിക്കേഷൻ ആണ്. അടിപൊളി പടം. 3 മണിക്കൂർ എങ്ങനെ പോയെന്ന് അറിയാമോ? 72ാമത്തെ വയസ്സിൽ ഇതേണൊക്കെ ആക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഭയങ്കര അടിപൊളിയാണ്. സൂപ്പർ ഹിറ്റ്. നമ്മ സാറിനോട് പുതുപ്പടം ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. ഫസ്റ്റ് ബ്ലാക്ക് പോണേ. രംഗച്ചടം കാണിക്കും. ഒലത്തും ഫ്ലാഷ്ബാക്ക്. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് വന്നേ നീ. ഈ കാഴ്ച നിനക്കുള്ളത്.
മമ്മൂട്ടിയുടെ മരണമാസ ആക്ഷനാണ് വിഷയമാണ് 22 വയസ്സുകാരന്റെ പൂണ്ടോ കേട്ടോ கொஞ்சம் அங்கே பாருக்கண்ணா ஃபுல்லான ஆக்ஷன் தான். நீங்க ட்ரெய்லர் பார்த்தது அப்படியே தான் வந்து படத்துலயே இருக்கும். ஆனா அவங்க மேக்கிங் ஸ்டைல் வந்து சூப்பரா பண்ணிருக்காங்க. நல்லா இருக்கு, நல்லா இருக்கு, மாசெல்லாம் நல்லா இருக்கு. அண்டா ரொம்ப சூப்பரா இருக்கு. மம்முட்டி சூப்பரா பண்ணிருக்காங்க. அதான் மம்முட்டி மட்டும் தான் படம். அவங்க ஸ்டைல்ல வந்து மேக்கிங்லாம் பக்காவா பண்ணிருக்காங்க. ஃபைட்லாம் சூப்பரா இருக்கும். வந்து பார்க்கலாம். ஃபேமிலியோட பார்க்கலாம். എന്താ സംശയമൊക്കെ മാറിയോ? എല്ലാ സംശയവും അപ്പൊ ഇനി എങ്ങനാ കാര്യങ്ങളൊക്കെ? ഓക്കെ, ആഘോഷിക്കണമെങ്കിൽ ഒരു സംശയമല്ല, നേരെ തിയേറ്ററിലേക്ക് വെച്ച് പിടിച്ചോ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഇതിനകത്ത് നമ്മൾ ഇന്നലെ റിവ്യൂ പറയാൻ നേരത്ത് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ മറ്റേ ക്രിട്ടിക്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് ഒന്നും പറയാൻ നിൽക്കാൻ പാടില്ല. സിനിമ പോയി കാണാൻ എൻജോയ് ചെയ്യുക. അല്ലാണ്ട് കൂടുതൽ നമ്മൾ ബുദ്ധിജീവി കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ബുദ്ധിജീവി കളിക്കേണ്ട ഒരു സാധനം അല്ല അത്. അതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. ഇത് എൻജോയ് ചെയ്യേണ്ട സാധനം. ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. അതായത് സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട് വില്ലന്റെ, ബ്ലഡി ക്ലീഷയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ബ്ലഡി കോൺഫിഡൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞങ്ങൾ വെറുതെ, അതായത് ഇപ്പോൾ നമ്മളെ തിയേറ്റർ റെസ്പോൺസിൽ കാണിച്ചില്ലേ, ഒരുപാട് പേര് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ചങ്ക് പൊട്ടി സംസാരിക്കുന്നില്ലേ, എക്സൈറ്റ്മെന്റ് കൊണ്ട്. ശരിക്കും ഞങ്ങൾക്കും ഉണ്ടായത് അതേ അനുഭവമാണ്. സത്യമായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെ തൊണ്ട കീറിയിട്ടുണ്ട്. സത്യമായിട്ടും നമ്മള് സിനിമ കാണുമ്പോ ഓരോ സമയത്തും നമുക്കിങ്ങനെ ശബ്ദം നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ തൊണ്ടയിൽ വരികയെന്ന് പറയില്ല. ആ ഒരു സാധനമാണ് നമുക്ക് ശരിക്കും കിട്ടിക്കൊണ്ടിരുന്നത്. അത് എൻജോയ് തിയേറ്ററിൽ. അതുകൊണ്ടാണ് തിയേറ്ററിൽ ഇന്നലെ പറഞ്ഞത് അത് തന്നെയാണ്. മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ സ്റ്റഫാണ്. തിയേറ്ററിൽ പോയി കണ്ടിട്ട് ആഘോഷിക്കേണ്ട ഒരു സാധനമാണ്. അതെ, എന്നാലും 244 എക്സ്ട്രാ ഷോസ് ആണ് ഇന്നലെ മാത്രം ആഡ് ചെയ്തിട്ടുള്ളത്. അതും ആൾ ടൈം റെക്കോർഡാ. അതും ഇമ്മാതിരി കോരി ചൊരിയുന്ന മഴയത്ത്. അതെ, എല്ലായിടത്തും മഴയാണ്. ആ സമയത്ത് പോലും ഹൗസ്ഫുൾ ആണ്. നമ്മുടെ നാട്ടിൽ ഇവിടെ 3 സ്ക്രീനിലും ഷോ ഉണ്ട്. അത് എല്ലാം ഹൗസ്ഫുള്ളാണ്. എന്നിട്ടും അത് ഹൗസ്ഫുള്ളാണ്. ടിക്കറ്റ് കിട്ടാനില്ല ഇന്നലെ രാത്രിയിലൊന്നും. എന്താണെങ്കിലും മാക്സിമം സത്യമായിട്ടും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നമുക്ക് ഒരു 2.5 മണിക്കൂർ ഇരിക്കണമെങ്കിൽ അത് ത്രില്ലടിച്ച് നല്ല എന്താ പറയാ ഒരു മാസ് സിനിമ, ഇങ്ങനത്തെ ഒരു മാസ് സിനിമ കണ്ടിട്ട് തന്നെ കുറെ നാളായി. വൈശാഖ് മമ്മൂക്കക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ സിനിമകൾ ഏതൊക്കെയാണ്? ഒന്ന് പോക്കിൽ രാജ, മറ്റൊന്ന് മധുര രാജ, ടർബോ. ഇതില് അതായത് വൈശാഖ് മമ്മൂട്ടിക്ക് ഒരുക്കിയതിൽ ഏറ്റവും നല്ല സിനിമ, ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, അത് ടർബോ ആണ്. അത് ഒരു ക്വാളിറ്റിയും എല്ലാം വെച്ചിട്ട് അത് തന്നെയാണ്. കോമഡിയുടെ കാര്യം പറയുമ്പോൾ വളിപ്പാണ് കോമഡി എന്ന് പറഞ്ഞിട്ട് ചില സോഷ്യൽ മീഡിയയിലെ കുറച്ച് പോസ്റ്റുകൾ കണ്ടു. അതിൽ തന്നെ പറയുന്നുണ്ട് ബിന്ദു പണിക്കറിന്റെ ക്യാരക്ടർ സൂപ്പറാണെന്നും. ബിന്ദു പണിക്കറാണ് ഇതിൽ കോമഡി കൊണ്ടുപോകുന്നത്. വാ തുറക്കുന്നതേ കോമഡി. ആകെ 2 സംഭവം മാത്രമാണ് ആൾക്ക് കോമഡിയിൽ നിന്ന് വേറെ രീതിയിൽ വന്നിട്ടുള്ളത്. അത് ഒന്ന് ആ ഒരു എന്താ കാറിൽ പോകുമ്പോൾ ചേസിങ് സീനിലുള്ള ഒരു മാസ് ഡയലോഗാണ് വില്ലനോടുള്ള. പിന്നെ വേറെ സംഭവം അത് നമ്മൾ പറയുന്നില്ല, സ്പോയിലറാവും. അതല്ലാത്ത എല്ലാം കോമഡിയാണ്. അപ്പോൾ ഈ ചളി കോമഡിയാണ് ഈ സിനിമകളിൽ ഉള്ളതെങ്കിൽ ബിന്ദു പണിക്കർ വളരെ മോശമായി എന്ന് ഇവർ പറയണം. തീർച്ചയായിട്ടും ഇത് ചളിയാണെങ്കിൽ എങ്ങനെ ബിന്ദു പണിക്കർ സൂപ്പറായി ഇവർക്ക് പറയാൻ പറ്റും? തുടക്കം മുതലേ ബിന്ദു പണിക്കറാണ് ആ കോമഡിന്റെ ഒരു ട്രാക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത്. അത് ഇവര് തമ്മിലുള്ള കോംബോ അത് ഭയങ്കര വർക്കൗട്ട് ആയിട്ടുണ്ട് ആ സിനിമയിൽ. ശരിക്കും അത് ഇവര് പറഞ്ഞ അനുസരിച്ച് അത് കോമഡി മൊത്തം ചളിയാണെങ്കിൽ അത് വർക്കൗട്ടേ ആയിട്ടില്ല. തീർച്ചയായിട്ടും. പിന്നെ എങ്ങനെ ബിന്ദു പണിക്കർ സൂപ്പറാവും? അതാണ് പറഞ്ഞു പോയതായിരിക്കാം ചിലപ്പോ, അല്ലെ എഴുതി പോയതായിരിക്കാം. അതായത് എഴുതി പോവാണ്, അങ്ങ് കോപ്പി പേസ്റ്റ് അടിക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങൾ പോയിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട്. മറ്റുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ തലവൻ സിനിമയ്ക്ക് പോകാൻ വേണ്ടി വന്നിട്ട് റിവ്യൂ ആയിട്ട് വരാം. അപ്പം ബൈ.